ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു മാമ്പഴ പുളിശ്ശേരി വെക്കുന്നതിൻ്റെ ഫുൾ വ്ലോഗ് കാണാവേ. മാങ്ങാക്കാലാവുമ്പോൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാത്ത വീട് ഏതാല്ലേ? വാ, നമുക്കും ഉണ്ടാക്കാം. ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ മാങ്ങ തൊലി കളഞ്ഞ് അതിലോട്ടിടുക. എന്നിട്ട് അതിലേക്ക് നല്ല നാടൻ പച്ചമുളക് നടുവേ കീറിയിട്ടിടുക. പിന്നെ അതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ലേശം വെള്ളവും ചേർത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി മാറ്റി വെക്കുക. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് ഈ സാധനങ്ങളെല്ലാം ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ ഇതിലോട്ടൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു കഷ്ണം ശർക്കര ആഡ് ചെയ്യലുണ്ട് ഇവിടെ. ശർക്കര ആഡ് ചെയ്യുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക്. എന്നിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ തിളയ്ക്കുമ്പോഴത്തേക്കും ഇതിലൊരു അരപ്പുണ്ടാക്കണം. അങ്ങനെ അരപ്പുണ്ടാക്കിയിട്ട് ഈ മാങ്ങാക്കറിയിലോട്ട് മെല്ലെ 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 ആഡ് ചെയ്യാം. തേങ്ങയും ഒരു നുള്ളു ജീരകവും ഒരു കുഞ്ഞുള്ളിയും കൂടി ഇട്ട് അരച്ച മിക്സാണ് ഈ തേങ്ങേൻ്റെ. എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കുക. പിന്നെ തീ കുറച്ചിട്ട് നല്ല കട്ട തൈര് ഉടച്ചത് അതിലോട്ട് ആഡ് ചെയ്യുക. കുറച്ച് പുളിയുള്ള തൈരാണ് നല്ലത് കേട്ടോ. അങ്ങനെ തൈരൊക്കെ ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിക്കുക. ഇതിങ്ങനെ തിളച്ചിട്ട് തൈരിൻ്റെ ഒരു പുളിയും മാങ്ങേൻ്റെ ഒരു മധുരവും എല്ലാം കൂടി ഒരു ടേസ്റ്റാണ് ഇത് ഫൈനലായിട്ട് ഉണ്ടാവുക. പിന്നെ ഇതിലോട്ട് നല്ല നാടൻ കറിവേപ്പില 3-4 എണ്ണം പിച്ചിയിട്ട് അതിലിടുക. എന്നിട്ട് വറവിടാൻ പോവുകയാണ്. അതിനു വേണ്ടി 1 സ്പൂൺ കടുക്, പിന്നെ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യുക. ചെറിയുള്ളി ഞങ്ങളിവിടെ കുഞ്ഞിതായിട്ട് അരിഞ്ഞിട്ട് അതിലോട്ട് ഇടുകയാണ് ചെയ്യാറ്. ചില ഭാഗത്തൊക്കെ കുഞ്ഞുള്ളി വലുതാക്കിയിട്ട് തന്നെ ഇടും കേട്ടോ. അതിനുശേഷം വറ്റൽമുളക് ചെറുതായിട്ട് കീറിയിട്ട് അതിലോട്ട് ആഡ് ചെയ്യുക. ഒരു 3-4 മുളക് ആഡ് ചെയ്താൽ മതിയാവും കേട്ടോ. ആ ഒരു ഫ്ലേവർ കിട്ടാനാണ്. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് ഈ വറവ് എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മാങ്ങാക്കറിയിലോട്ട് മെല്ലെ 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 സ്പൂണാക്കിയിട്ട് ഇടുക. ചില ഭാഗത്തൊന്നും ഈ വറവ് ഇടലില്ല കേട്ടോ. ഈ വെറും തേങ്ങ മിക്സ് ചെയ്തിട്ട് അവർ മാങ്ങാക്കറിയായിട്ട് കഴിക്കാറാണ്. പക്ഷെ നമ്മളിവിടെയൊക്കെ വറവിടും. അങ്ങനെ ഈ വറവ് എടുത്തിട്ട് ഈ മാങ്ങാക്കറിയിലോട്ട് മെല്ലെ 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 ഇട്ട് കൊടുക്കുക. ഈ വറവും കൂടി ഇട്ട് കഴിയുമ്പോൾ ഉള്ളൊരു സ്മെല്ലുണ്ട്. ഓഫ്, അടിപൊളിയാണ്. കൊതിയാവും വായിൽ. ബാച്ചിലേഴ്സിനും കുക്കിംഗ് പഠിച്ചു വരുന്നവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണത്. 5 മിനിറ്റിനുള്ളിൽ സംഭവം സെറ്റാവും. അങ്ങനെ ഇതാ ഗൈസ്, നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി വെക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, സീ യു.